ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങി. 699 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആം ആദ്മി പാർട്ടി തുടർച്ചയായ 3ാം വിജയം ലക്ഷ്യമിടുമ്പോൾ തിരിച്ചുവരവാണ് ബിജെപിയും കോൺഗ്രസും ലക്ഷ്യമിടുന്നത്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇത് ജീവൻ മരണ പോരാട്ടമാണ് 3 പാർട്ടികളെ സംബന്ധിച്ചും. ഈ 3 പാർട്ടികളും നേർക്ക് നേർ വന്ന് യഥാർത്ഥ ത്രികോണ പോരാട്ടം എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ അവസാനത്തെ ദിവസത്തെ പോരും കേസും ഒക്കെ കഴിഞ്ഞ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന മനുഷ്യന്മാരെ എന്തൊക്കെയായിരിക്കും സ്വാധീനിക്കുക? എങ്ങനെ പോകുന്നു വോട്ടെടുപ്പ്, പോളിംഗ്? ശ്രീജ, ഇപ്പോൾ വോട്ടെടുപ്പ് ഏതായാലും ആരംഭിച്ചിരിക്കുന്നു. 1.5 കോടി വോട്ടർമാരാണ് ഡൽഹി ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കുക. ഏതായാലും ആദ്യ മിനിറ്റുകളിൽ പല പോളിംഗ് ബൂത്തുകളിലും തിരക്ക് പ്രകടമാണ്. പല പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും നേതാക്കളും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. കോൺഗ്രസ് നേതാവ്, മഹിളാ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷയായ അൽക്ക ലാംബ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം അരവിന്ദ് കെജ്രിവാളിനെതിരെ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്ന സന്ദീപ് ദീക്ഷിത് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനീഷ് സിസോദിയ രാവിലെ ക്ഷേത്ര ദർശനത്തിലാണ്. പ്രത്യേകിച്ച് കാൽക്കാജി ക്ഷേത്രം ഡൽഹിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അവിടെ ദർശനം നടത്തിയാണ് ഇന്നത്തെ ദിവസം മനീഷ് സിസോദിയ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസം ഇപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനം വോട്ട് ചെയ്യുമെന്ന പ്രതികരണം ഇപ്പോൾ സിസോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അങ്ങനെ രാവിലെ തന്നെ വലിയ തിരക്കുണ്ട്. സാധാരണഗതിയിൽ ഡൽഹിയിൽ അതിർത്തി മേഖലകൾ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളുള്ള പ്രദേശങ്ങളിലാണ് വലിയ വോട്ടിംഗ് ശതമാനം ഉയരാറുള്ളത്. നഗരപ്രദേശങ്ങളിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ കൂടുതൽ ആളുകളെ വോട്ടിംഗ് കേന്ദ്രത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. പ്രത്യേകിച്ച് ഇന്നലെ നിശബ്ദ പ്രചാരണ ദിവസമൊക്കെ തന്നെ വലിയ രീതിയിൽ വീടുകൾ കയറിയൊക്കെ തന്നെ പരമാവധി വോട്ട് ഉറപ്പിക്കുന്ന ശ്രമം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ആദായ നികുതി ഇളവൊക്കെ തന്നെ അതൊക്കെ ജനങ്ങളെ കൂടുതൽ ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അപ്പോൾ ന്യൂഡൽഹി നഗരമേഖലയിലെ സീറ്റുകൾ, ഒപ്പം സൗത്ത് ഡൽഹിയിലെ സീറ്റുകൾ, ഇവിടേക്ക് വോട്ടിംഗ് ശതമാനം ഉയർത്താനുള്ള ശ്രമങ്ങൾ ഏതായാലും രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അവിടെ പോളിംഗ് ശതമാനം ഉയരുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതൽ പോളിംഗ് ശതമാനം ഡൽഹിയിൽ ഇത്തവണ രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. ഏതായാലും ശ്രീജ സൂചിപ്പിച്ചപ്പോൾ തന്നെ വാശിയൊരു പ്രചാരണ ഘട്ടമാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് ഇന്നലെ പോലും നേതാക്കൾ തമ്മിൽ വാക്പോരുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇത്തവണത്തേത്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അവരൊരു ക്ലീൻ ഇമേജ് ആയി ആണ് വോട്ടെടുപ്പിലേക്ക് പോയതെങ്കിൽ ഇത്തവണ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. അപ്പോൾ അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ അവിടെ വലിയ രീതിയിൽ പ്രചാരണ വിഷയമായിട്ടുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയ സൗജന്യ വൈദ്യുതി, വെള്ളം, ഒപ്പം തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അങ്ങനെ കുറെ പദ്ധതികൾ, ഒപ്പം ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നടപ്പാക്കിയ നേട്ടങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രതീക്ഷ വെക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ അടിസ്ഥാന വോട്ട്, മധ്യവർഗ വോട്ടിലൂടെയാണ് അരവിന്ദ് കെജ്രിവാൾ ആദ്യം ഡൽഹി പിടിക്കുന്നത്. പിന്നീട് സമൂഹത്തിന് താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ചേരി പ്രദേശങ്ങളിലെ ആളുകളെയൊക്കെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ആം ആദ്മി പാർട്ടി വളരുകയായിരുന്നു. അപ്പോൾ ആ പരമ്പരാഗത വോട്ടുകൾ ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്കുണ്ട്. അവർ ഏറ്റവും ഒടുവിൽ പോലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് 55 സീറ്റാണ്. പക്ഷേ BJP ഏതായാലും ഒരു തിരിച്ചുവരവ് അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രചാരണത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ BJPക്ക് ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അഴിമതി അടക്കം അവർ ചർച്ചയാക്കിയതാണ്. ഏറ്റവും ഒടുവിൽ ആദായ നികുതി അടക്കമുള്ള വിഷയങ്ങൾ, അത് ഇളവ് അടക്കമുള്ള വിഷയങ്ങൾ അനുകൂലമാകും എന്ന പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് ഈ ആം ആദ്മി പാർട്ടി 2013 28 സീറ്റാണ് വിജയിച്ചത്. അതിൽ ആം ആദ്മി പാർട്ടി ഏറ്റവും തുണച്ചത് മധ്യവർഗം ഏറ്റവും കൂടുതലുള്ള ന്യൂഡൽഹി മണ്ഡലവും അതിനോട് ചുറ്റുമുള്ള മണ്ഡലങ്ങളുമാണ്. അവിടെ അന്ന് കൂടുതൽ സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ മധ്യവർഗ വോട്ടുള്ള പ്രദേശങ്ങൾ ഇത്തവണ തുണയ്ക്കും എന്നൊരു കണക്കുകൂട്ടൽ പ്രത്യേകിച്ച് BJPക്കുണ്ട്. പരമ്പരാഗതമായി BJPക്ക് ഡൽഹി നല്ല ശക്തി കേന്ദ്രമാണ്. പക്ഷെ നിയമസഭയിലേക്ക് വരുമ്പോൾ അങ്ങനെ ആകുന്നില്ല സാഹചര്യം. അങ്ങനെ ഒരു ചീത്തപ്പേര് BJPക്കും ഇത്തവണ മറികടക്കേണ്ടതുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഹരിയാനയും മഹാരാഷ്ട്രയും തോറ്റതാണ്. അപ്പോൾ ഡൽഹിയിൽ കൂടുതൽ സീറ്റുകൾ നേടേണ്ട സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് അങ്ങനെ ഡൽഹി രാഷ്ട്രീയം ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമാവുകയാണ്. വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരമാവധി വോട്ടർമാർ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമാകണം എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് രാഗേഷ്, ഇത് എത്രത്തോളം ഒരു നിലനിൽപ്പിന്റെ പോരാട്ടം? കാരണം ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുന്നത് അഴിമതിക്കെതിരെയുള്ള
ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടാണ്. അഴിമതിക്കെതിരെ പോരാട്ടം എന്നതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ടത് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അഴിമതി ആരോപണത്തെ തുടർന്ന് ജയിലിൽ കിടക്കുന്ന അടക്കം കണ്ടു. അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാവില്ലേ ഈ തെരഞ്ഞെടുപ്പ്? അതെ ശ്രീജ, ജനങ്ങളുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് തന്നെയായിരിക്കും, അക്കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി നിലവിൽ ഒരു ദേശീയ പാർട്ടിയാണ്. കാരണം അവർക്ക് 2 ഭരണമുണ്ട്, ഡൽഹിയിലും പഞ്ചാബിലെ വിജയത്തോടു കൂടിയാണ് അവർക്ക് ദേശീയ പാർട്ടി പദവി ലഭിക്കുന്നത്. അപ്പോൾ ആ പദവി നിലനിർത്താൻ ഡൽഹിയിലെ ജയം അനിവാര്യമാണ്. മാത്രവുമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും പിന്നീട് പഞ്ചാബിലെയും ഡൽഹിയിലെയും ജയത്തിന് പിന്നാലെ ആം ആദ്മി പാർട്ടി വളരുന്നതും കണ്ടു. ഗോവയിൽ അവർക്ക് സ്വാധീനമുണ്ട്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമായി മത്സരിച്ചു. അങ്ങനെ പലയിടത്തേക്കും പാർട്ടി വളർത്താനുള്ള ശ്രമത്തിനിടയിലാണ് ഈ നേതാക്കളുടെ അറസ്റ്റൊക്കെ തന്നെ ഉണ്ടായത്. അപ്പോൾ അഴിമതി ഒരു വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ ഒരു മുഖമായി, അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ മുഖമായി നിന്നുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ മധ്യവർഗത്തെ സ്വാധീനിച്ചുകൊണ്ടാണ് ആദ്യം ഡൽഹി പിടിക്കുന്നത്. ആ അരവിന്ദ് കെജ്രിവാൾ തന്നെ 4 മാസം ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി. ആദ്യം അറസ്റ്റിലായത് സിസോദിയാണ്, പിന്നെ സഞ്ജയ് സിംഗ്, അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ തൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് അല്ലെങ്കിൽ മണ്ണൊലിച്ചു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു രാജിവെച്ചത്. അപ്പോൾ കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാർ എങ്ങനെ ആ വിഷയങ്ങളൊക്കെ വോട്ടർമാർ എങ്ങനെ ഏറ്റെടുത്തു, അവരെങ്ങനെ സ്വാധീനിച്ചു എന്നതുകൂടി തിരിച്ചറിയുന്നതാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവരിപ്പോഴും കരുതുന്നത്, അവരിപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നത്, വിശ്വസിക്കുന്നത് കഴിഞ്ഞ കാലത്തെ 10 വർഷത്തെ ഭരണം, ഒപ്പം തന്നെ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന വാഗ്ദാനങ്ങൾ, ഇതിനൊക്കെ ജനം വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് തീർച്ചയായും ഒരു അഗ്നിപരീക്ഷ തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം BJPയെ സംബന്ധിച്ചു, കാരണം BJP നരേന്ദ്രമോദി കേന്ദ്രത്തിൽ 2014 അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പല സംസ്ഥാനങ്ങളിലും ആദ്യമായി ഭരണത്തിൽ വരുന്നത്, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. അപ്പോൾ പോലും RSSന് വലിയ സ്വാധീനമുള്ള BJP നിയമസഭ സ്ഥാപിച്ച ശേഷം 5 വർഷം തുടർച്ചയായി ഭരിച്ച ഡൽഹി അവർക്കൊപ്പം നിൽക്കാത്ത സാഹചര്യമുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ 55-56% BJPയുടെ ഡൽഹിയിലെ വോട്ട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും 7 സീറ്റും വിജയിച്ചത് BJPയാണ്. അപ്പോൾ അത്രയും വോട്ട് ശതമാനമുള്ള BJP നിയമസഭയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ 8, അതിനു മുൻപ് 3, ആ നിലയിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസിനും സമാനമായ സാഹചര്യമാണ്. കാരണം ഷീല ദീക്ഷിത്തിന്റെ വികസന മോഡലാണ് അവർ ഇത്തവണ വോട്ട് ചോദിച്ചിട്ടുള്ളത്. കാരണം അതിനുശേഷം അവർക്ക് എടുത്തു പറയാൻ ഒരു നേതാവില്ല. ഒപ്പം ഷീല ദീക്ഷിത്തിന്റെ കാലത്താണ് ഡൽഹി മെട്രോ, അങ്ങനെ ഡൽഹിയുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നത് ഷീല ദീക്ഷിത്തായിരുന്നു. അപ്പോൾ ഷീല ദീക്ഷിത്തിന്റെ പേര് ചോദിച്ച ആ മോഡൽ വികസനമാണ് യഥാർത്ഥ വികസനം. ഇപ്പോൾ കാണുന്നു എല്ലാം പൊള്ളയായ വെറും വാഗ്ദാനങ്ങളാണ് എന്നാണ് കോൺഗ്രസ് പ്രചാരണ ക്യാമ്പയിനുകളിൽ ഉന്നയിച്ചിരുന്നത്. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു തിരിച്ചുവരവ് നടത്തേണ്ടത് ദേശീയ രാഷ്ട്രീയം അത് തന്നെയാണ്. കോൺഗ്രസ് തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ BJPക്ക് സ്വാധീനം ഉറപ്പിക്കണം, AAPക്ക് ശക്തി തെളിയിക്കണം. അങ്ങനെ ആ നിർണായക തെരഞ്ഞെടുപ്പ്, ആ നിർണായക വോട്ടെടുപ്പാണ് ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നത്.